റിനിയിൽ തുടങ്ങിയ സൈബർ ആക്രമണമാണ്. ആദ്യം പരാതിക്കാരി ഏത് രീതിയിലാണോ അധിക്ഷേപിച്ചത് അതിന്റെ ഇരട്ടിയിൽ മൂന്നാം പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണം. ഇന്നിപ്പോൾ ഫെനി പുറത്തുവിട്ട വാട്സാപ്പ് ചാറ്റുകൾ അതിനുള്ള പ്രേരണയാകുന്നുണ്ട്. ഫെനിക്കെതിരെ കേസെടുക്കുന്നു എന്നതുകൊണ്ട് ആ സൈബർ ആക്രമണം ഇല്ലാതാവുന്നു എന്ന അർത്ഥമില്ല റിനി. ഇല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും എതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അവർ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതായത് എനിക്കെതിരെ നടന്നിട്ടുള്ള സൈബർ ആക്രമണം അറിയാം. ഇനിയിപ്പോൾ ഞാൻ കേസ് കൊടുത്തിരുന്നു. കേസ് കൊടുത്തതിന് ശേഷവും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളെയും വലിയ രീതിയിൽ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശം. ചില ഭീഷണികളടക്കം വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് ക്യാരക്ടർ അസാസിനേഷൻ ഒരു സ്ത്രീക്കെതിരെ പറഞ്ഞാലും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജനപ്രതിനിധിയുണ്ട്. അയാൾ നിരന്തരമായി പല സ്ത്രീകളെയും ഇത്തരത്തിൽ ട്രാപ്പിൽ പെടുത്തി എന്നാണ് നിരവധി കംപ്ലൈന്റുകളുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ എപ്പോഴെങ്കിലും സംസാരിച്ചോ, എപ്പോഴെങ്കിലും മിണ്ടിയോ, ചാറ്റ് ചെയ്തോ എന്നെല്ലാം പറഞ്ഞ് അവരെ ഏതെങ്കിലും രീതിയിലൊക്കെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരു സ്ത്രീ വിരുദ്ധരായ കുറേ ആളുകളുണ്ട്. അവർക്കത് ആഘോഷിക്കാൻ വേണ്ടിയും അങ്ങനെ സ്ത്രീകളെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വെള്ളപൂശാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. പിന്നെ ഇതിൽ സ്ത്രീപീഡനം മാത്രമല്ല വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇപ്പൊ കുറേശ്ശെയായി പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റീസെന്റ് കണ്ടു ആഭിചാരക്രിയകളാണ് ഇതിന്റെ പിന്നിലെന്ന് കേൾക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു സ്ത്രീ പീഡന വിഷയം എന്നുള്ളതിൽ നിൽക്കില്ല. അപ്പോൾ അതൊന്നും കാണിച്ച് ഈ അതിജീവിതകളെ ഭയപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വലിയ രീതിയിലൊരു സൈബർ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇനി ഒരു അതിജീവിത, നമുക്കറിയാം ഈ കേസിൽ ഒരുപാട് അതിജീവിതകൾ ഉണ്ട് എന്നുള്ള ഒരു അറിവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസാരിച്ചിട്ടുള്ള എല്ലാവരെയും ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത് തകർക്കാം എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് വിലപ്പോകില്ല എന്നാണ് പറയാനുള്ളത്. കാരണം സ്ത്രീകൾ ഇങ്ങനെ സംസാരിച്ചു, സ്ത്രീകൾ ഇങ്ങനെ ചെയ്തു, സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചു എന്നൊന്നും പറഞ്ഞ് സ്ത്രീകളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അതിജീവിതരെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനും സർക്കാരിനും മാത്രമല്ല പൊതുസമൂഹത്തിനും കൂടിയാണ്. കാര്യം അങ്ങനെ ഒരു പ്രൊഡേറ്ററിന്റെ ശബ്ദം മാത്രം ഉയർന്നു കേൾക്കുകയും ബാക്കി അതിജീവിതമാർ പേടിച്ച് വീണ്ടും അവരുടെ ഈ പറയുന്ന ആ കൂട്ടിനകത്തേക്ക് ഒതുങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല, ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയും. പക്ഷേ ഇനി ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ചാറ്റുകളൊക്കെ തെളിവായി കോടതിയിലേക്ക് വരാൻ പോകുന്ന ചാറ്റുകളുമാണ്. ഇപ്പോൾ ഫെനി പറയുന്നെങ്കിലും ഈ ഹോട്ടൽ മുറിയിൽ 2024 അതിക്രൂരമായ റേപ്പിന്റെ നേർചിത്രം പരാതിയിലും എഫ്ഐആറിലൊക്കെ പറയുന്നുണ്ട്. സാമ്പത്തിക ചൂഷണം, സമഗ്രമായ ചൂഷണമാണ്. അങ്ങനെ ഉപദ്രവിച്ച ഒരാളെ 1 വർഷത്തിനിപ്പുറം കാണണം എന്നാവശ്യപ്പെടുന്ന ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് കൂടി എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷന് ആഗ്രഹിക്കുമല്ലേ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. ഞാൻ ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ. ആ കുട്ടി പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ ആ കുട്ടിയോടായിരിക്കും ഇഷ്ടം, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും ഇതിലെന്താണ് സംഭവം, ഇതിലെന്താണ് വാസ്തവം, ഇതിലെന്താണ് കാര്യങ്ങൾ എന്നറിയാനായിരിക്കാം. അതിനെ നമുക്കൊരു സെക്ഷൽ താല്പര്യത്തിന് വേണ്ടി കാണണം എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ആ ഒരു രീതിയിലുള്ള വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ച് ഇതെന്താണ് സംഭവം, ഒന്നാമത് ഈ വ്യക്തി എന്താണ്, എങ്ങനെയാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പെൺകുട്ടികൾ പലപ്പോഴും ഏതെങ്കിലും വിധത്തിൽ ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം അത്ര വലിയൊരു മാനിപ്പുലേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഉണ്ടാവും. അതിനെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അതൊരു ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഇത് ഒരൊറ്റ സിംഗിൾ വിഷയമായിരുന്നെങ്കിൽ ശരിയാണ്, ആ പെൺകുട്ടിയെ ക്യാരക്ടർ ആ പെൺകുട്ടിയുടെ കുഴപ്പമാണെന്ന് നമുക്ക് തീരുമാനിക്കാമായിരുന്നു. ഇതൊരു സീരീസ് ഓഫ് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവരും ഇത്തരത്തിൽ പരാതി പറയുമ്പോൾ അതെല്ലാം ആ പെൺകുട്ടികളുടെ പ്രശ്നമായിരുന്നു. എന്നാൽ ശരി, ഇത്തരം മോശം ക്യാരക്ടറുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഇയാൾ എന്തിനു പോയി? ഈ
ജനപ്രതിനിധിയായ വ്യക്തിക്ക് അവരോട് സംസാരിക്കാതിരിക്കാമായിരുന്നു, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാതിരിക്കാമായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ അതിജീവിതയുടെ കാര്യത്തിലൊക്കെ ആ പ്രതി തന്നെ പറയുന്നുണ്ട്, ആ വ്യക്തി തന്നെ പറയുന്നുണ്ട്, എനിക്ക് സൗഹൃദമുണ്ട്, ഞങ്ങൾ തമ്മിൽ അറിയാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ആരെയും അറിയില്ല എന്ന് അദ്ദേഹം നിഷേധിക്കുന്നില്ല. അപ്പൊ എന്തിനാണ് ഇങ്ങനെ സ്ത്രീകളുമായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾക്കും പോകുന്നത്? അപ്പൊ ഒരു പുരുഷന് എത്ര സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ആ സ്ത്രീകളുടെ ഒക്കെ ക്യാരക്ടർ, ആ സ്ത്രീകൾ എപ്പോഴെങ്കിലും സംസാരിച്ചു പോയോ, അല്ലെങ്കിൽ ആ സ്ത്രീ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചോ, അത് സ്ത്രീകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം സംസ്കാരം മതി എന്നുള്ള രീതിയിൽ കേരള ജനത അല്ലെങ്കിൽ കുറെ ആളുകൾ ചിന്തിക്കുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. ആ രീതിയിൽ, അതായത് അവൾ എങ്ങനെ ചാറ്റ് ചെയ്തോ, അവൾ എങ്ങനെ മിണ്ടിയോ, അവൾ നടന്നോ, അവൾ പോയോ, അവൾ വസ്ത്രം ധരിച്ചോ, എന്തുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇവിടെ ഒരു സാധാരണ പുരുഷനാണെങ്കിലും പ്രശ്നമില്ല, ഇതൊരു ജനപ്രതിനിധിയാണ്, എന്തിനാണ് ഇവർ പറയുന്ന ഇത്തരത്തിലുള്ള വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നു, അഴിഞ്ഞാടി നടക്കുന്നവരാണ്, എന്തിനാണ് ഈ അഴിഞ്ഞാടി നടക്കുന്നവരുമായിട്ട് ഇത്രയും വലിയൊരു രാഷ്ട്രീയ നേതാവ് ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്? അതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.